ഗൈസ്, വെൽക്കം ബാക്ക് ടു അഗ്നീസ് ഫാമിലി. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളായി, ഇനി കണ്ടിന്യൂസ് ആയി ഇടണം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേയ്സ് നമ്മൾ മലേഷ്യയിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേയിലെ വിശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് തന്നെ ഈവനിങ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 4 ദിവസമേ ഉള്ളത് കാരണം നമുക്ക് റൂമിൽ തന്നെ ഇരുന്ന് സമയം കളയാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അന്ന് വൈകുന്നേരം തന്നെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ദ സെയിം ഡേ ഈവനിങ് നമ്മൾ പോയത് തേൻ ഹൂ ടെമ്പിളിലാണ്. അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസിയേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എനിവേയ്സ് ഇതാണ് ആ ഒരു ടെമ്പിൾ. ഈ ഒരു ടെമ്പിളിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് ബിഗ്ഗസ്റ്റ് ചൈന ടെമ്പിളാണിത്, ഈ ഒരു തേൻ ഹൂ ടെമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടെമ്പിള് 1987 തന്നെ അവിടെ ഉണ്ട്. ഈ ഒരു ടെമ്പിള് ഒഫീഷ്യലി അത് സ്റ്റാർട്ട് ചെയ്തത് ഒരു 1989 ഇത് ഒഫീഷ്യലി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അറൗണ്ട് ഒരു 7 മില്യൺ റിങ്കറ്റ്, അവിടുത്തെ മണി റിങ്കറ്റാണ്. അപ്പം 7 മില്യൺ റിങ്കറ്റ് കൊണ്ടാണ് അവിടെ ഈ ഒരു ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ആ ഒരു വർക്കിൽ കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമ്മളൊരു ഈവനിങ് ടൈമിലാണ് അവിടെ എത്തിയത്. നമ്മളെത്തിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. കുഞ്ഞിപ്പെണ്ണ ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ മേലേക്ക് കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ട്. കുറച്ചേ ഉള്ളൂ, കുറേയൊന്നുമില്ല. സ്റ്റെപ്പൊക്കെ കയറി മേലെ എത്തിയ പാട് ഇങ്ങനെ കാണുന്നൊരു സ്ഥലമുണ്ട്. ഇതിൽ നമ്മൾ ആ ഒരു സംഭവത്തിൽ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലേ, അതിലിങ്ങനെ നമ്മൾ ആ കുറേ കോല് സാധനമുണ്ട്, അത് ഒരുമിച്ചിട്ടിട്ട് താഴേക്കിടും. ഒരുമിച്ചെടുക്കും, താഴേക്കിടും. അപ്പോൾ അതിലൊരു കോല് മാത്രം ഇങ്ങനെ പൊങ്ങിക്കാണും. എന്നിട്ട് അതെടുത്തിട്ട് അതിലുള്ള നമ്പറുള്ളത് താഴെന്ന് ഒരു റാക്ക് പോലെ ഉണ്ട്. അതിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മളെ നേച്ചറും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഉള്ള രീതിയിൽ ഉള്ള ഒരു നോട്ടുണ്ട് അതിൽ. അത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉൾഭാഗമാണിത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്രെയറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചൈനീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രെയറും കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഗൈഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം എന്താ അവിടെ നടക്കുന്നതെന്നൊന്നും അറിയത്തുണ്ടായിട്ടില്ല. പക്ഷെ നമ്മളെല്ലാം കണ്ടു, വീഡിയോസൊക്കെ എടുത്തു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. കണ്ടോ, നമ്മളിങ്ങനെ ഒരുമിച്ചെടുത്ത് ഇടണം. അപ്പോൾ അതിലൊന്ന് പൊന്തി കാണും. അപ്പോൾ അതിലെ സെയിം നമ്പറിലെ റാക്ക് താഴെ നിന്ന് തുറക്കുമ്പം അതിലുള്ള നോട്ടെടുത്ത് നമ്മൾ വായിക്കാം. അങ്ങനെ നമ്മൾ ഓരോരാളും വായിച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊരു രസമാണ്. അവിടെയുള്ള ഒരു ഇതാണല്ലോ, നല്ല രസമായിരുന്നു അത്. കണ്ടോ, പാട്ടി മീൻസ് നമ്മളെ ശ്വേതേൻ്റെ നിക്ക് നെയിമാണ് പാട്ടി. ഞാൻ എല്ലാത്തിലും പറയുമ്പോൾ ചിലവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഹൂ ഈസ് പാട്ടി. ഓക്കെ, എനിവേയ്സ് ഇവിടെ പിന്നെ എനിക്ക് ഈ ഒരു ടെമ്പിള് നമ്മൾ കൂർഗിൽ പോകുമ്പോൾ ഉള്ള ബുദ്ധയുടെ ടെമ്പിളില്ലേ, അവിടെയുള്ള ഗോൾഡൻ ടെമ്പിൾ, അതിൻ്റെയൊക്കെ ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര കാമാട്ടോ. ആരും സൗണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ഭയങ്കര കാമാണ്. ഈ പൂജയൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കണം അത്രയും കാമായിരിക്കുന്നത്. സോ നമുക്കിതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അത് ആ സാധനം മതി. കുഞ്ഞിപ്പണ്ണിനെ സോ ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഈ കാണിച്ച പോലെ തന്നെ ഭയങ്കര കാമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു നല്ല ഏരിയ ആണ്. ഈ സമയമായപ്പോഴാണ് നമ്മളെ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങി എണീറ്റത്. അതുവരെ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കമായി. കാരണം ആ രാവിലെ വന്ന ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയാണ് അവൾ എണീറ്റ്. പിന്നെ അവിടെ നിന്ന് ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, മഴയുണ്ടായിരുന്നു. സോ വഴുക്കലുണ്ടായതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണും ഏട്ടനും വീണു. അവിടെ ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും വണ്ടിയെടുത്ത് ഒന്ന് ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് അവിടെയുള്ള മാർക്കറ്റിലേക്കാണ്. അവിടെയുള്ള സെൻട്രൽ സ്ക്വയർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാർക്കറ്റ് ഉണ്ട്. പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റിയ കുറേ ഏരിയ ഉണ്ട്. ഈ ഒരു ഏരിയ ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു.
ഒരു നമ്മളെ മദ്രാസ് പോലുള്ളൊരു ഏരിയ. പിന്നെ ഇതാണ് അവിടെയുള്ള മെയിൻ സെൻട്രൽ മാർക്കറ്റ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ആക്സസറീസ്, ബാഗ്, പിന്നെ നമ്മളെ ഷോപ്പ് പീസസ്, അങ്ങനെ കുറേ സാധനം. പിന്നെ അതിൻ്റെ ഉള്ള സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. കമ്പാരിറ്റീവ്ലി നമ്മൾ കുറവാണ് പൈസ, എന്നാലും നല്ല നമുക്ക് അതായത് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ളൊരു സാധനം നമ്മൾ മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പല സാധനങ്ങളുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒക്കെ വാങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഈ ഒരു ഏരിയ. നമ്മളെന്തൊക്കെയോ ഫ്രിഡ്ജ് മാഗ്നറ്റ്, പിന്നെ എന്തൊക്കെയോ വാങ്ങി, ഇവിടുന്ന് കൂടുതലൊന്നും വാങ്ങിയില്ലെങ്കിൽ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് കാണുമ്പോൾ എന്തായാലും അത് എടുക്കണം അല്ലെങ്കിൽ അത് വാങ്ങണം എന്നുള്ള ഒരു ഇത് തോന്നുന്ന ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു മോള്. ഈ പറഞ്ഞ പോലെ ഇവിടെയും അങ്ങനെ ഭയങ്കര ക്രൗഡഡ് ഒന്നുമല്ല. പിന്നെ ഇങ്ങനത്തെ കുറേ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതെല്ലാം നല്ല ഭംഗിയായിരുന്നു. പിന്നെ നമ്മളെ ബോഹോ തീമിൻ്റെ തന്നെ കുറേ ബാഗ്സും, കാരണം ഇതൊക്കെ എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തായ്ലൻഡ് പോയപ്പോൾ ഈ സെയിം ബാഗൊക്കെ വാങ്ങിയോണ്ട് അതൊന്നും പിന്നെ വാങ്ങാൻ പോയില്ല. പക്ഷെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു പോയി വാങ്ങണം എന്നുള്ളത്. എനിവേയ്സ് അതൊന്നും വാങ്ങിയില്ല. എന്നാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കുറേ നടന്നു, എല്ലാ ഷോപ്പും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ വാങ്ങാൻ നമ്മൾ ശരിക്കും ഒരു പർച്ചേസിന് മാത്രമായിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ ഏരിയ നല്ലൊരു ഏരിയ ആണ്. റേറ്റും ഞാൻ പറഞ്ഞ പോലെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ചീപ്പല്ല എന്നാലും ഓക്കെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും വെറൈറ്റി മലേഷ്യൻ സ്പെഷ്യൽ എന്തെങ്കിലും വെറൈറ്റി ഫുഡ് കഴിക്കണം എന്നുള്ള രീതിയിൽ പോയി. അവസാനം കിട്ടിയ വെറൈറ്റി നമ്മൾ ശ്വേത വാങ്ങിക്കൊണ്ടുവന്ന വെറൈറ്റി സാധനമാണിത്. കൊള്ളിലായിരുന്നു. ആ ഐസ്ക്രീം എന്താണ് നോർമൽ ഐസ്ക്രീമായിരുന്നു. പിന്നെ മറ്റേ സാധനം എന്ന് പറഞ്ഞാൽ എന്തോ സാധനം, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, എന്തോ നമുക്ക് വായിൽ വെക്കാൻ പറ്റാത്തൊരു സാധനം. വെറുതെ പൈസ പോയി നായി, എന്നാലും അതൊന്ന് ട്രൈ ചെയ്തു എന്നായിരുന്നു. പിന്നെ കണ്ടോ ഇതുപോലെ കുറേ എന്താ പറയുക ഷോപ്പ് പീസസ് അടിപൊളി. നമ്മൾ നല്ലതായിട്ട് വീടൊക്കെ ഡെക്കോർ ചെയ്യാൻ പറ്റിയ കുറേ ഷോപ്പ് പീസസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലഗേജ് കുറേ എടുത്തിട്ട് വരാൻ പറ്റില്ല, കാരണം ഓൾറെഡി കുറേ തുണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയതുകൊണ്ട് കുറേ ഹെവി ലഗേജ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അധികം ഒന്നും വാങ്ങിക്കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും നമ്മൾ അവിടെയൊക്കെ നടന്ന്, പിന്നെ അവിടെ ഇളനീര് കിട്ടുമായിരുന്നു, നല്ല ഇളനീര്. അപ്പോൾ അതൊക്കെ കുറേ കുടിച്ചു കിട്ടാം നമ്മൾ, കാരണം നടന്ന് ടയർഡാകുമ്പം കുടിക്കാൻ പറ്റിയതാണല്ലോ, അതുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിയാൻ. നമ്മൾ തായ്ലാൻഡിൽ പോയ സമയത്തും ഉണ്ടായിരുന്നു. ഇവിടെയും ദുരിയാൻ, അതായത് ദുരിയാന കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറേ ഷോപ്പുണ്ട്. അതായത് ദുരിയാൻ്റെ കുറേ ഐറ്റംസ്, ഐസ്ക്രീം, അതിൻ്റെ കുറേ ചിപ്സ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുരിയാൻ ഭയങ്കര ഒരുമാതിരി മണമാണത്. നമ്മൾ വിചാരിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ളൊരു മണമാണ്. പക്ഷേ അതിനെ തന്നെ ഫേവറേറ്റ് ആയിട്ട് വന്ന് കഴിക്കുന്നവരും ഉണ്ട്. പക്ഷേ പേഴ്സണലി എനിക്കെന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തോ സ്മെല്ല് എനിക്ക് അറിയില്ല എന്തിനെ കമ്പയർ ചെയ്യണമെന്ന്, പക്ഷേ എന്തോ ഒരു സ്മെല്ലാണ് അത്. പിന്നെ അതിന് ശേഷം അവിടെ ഒരു ചൈനീസ് മാർക്കറ്റ് ഉണ്ട്. അതും നമ്മളിപ്പം ഗൂഗിളിൽ ബെസ്റ്റ് ഷോപ്പിംഗ് സ്പോട്ട് എന്ന് പറയുമ്പം അടിക്കുന്ന സമയത്തും സെർച്ച് ചെയ്യുന്ന സമയത്തും കിട്ടുന്നൊരു സ്ഥലമാണ് ഈ ചൈനീസ് മാർക്കറ്റ്. അവിടെയും എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറേയെല്ലാം ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങണം. പിന്നെ കുറേ നടക്കാനുണ്ട് കേട്ടോ, അങ്ങോളം പോകാനുണ്ട്. നമ്മൾ പകുതി വരെ നടന്നു. പിന്നെ ഏട്ടൻ കുറേ അങ്ങോട്ടേക്ക് നടന്നിട്ട് വന്നു, കാരണം കുഞ്ഞിപ്പെണ്ണ് ആ സമയമാകുമ്പോൾ ഉണർന്നു. പിന്നെ ഇവിടെ ഓരോ ഷോപ്പിൽ പോയി ഓരോന്നൊക്കെ വലിക്കാനൊക്കെ തുടങ്ങിയോണ്ട് അധികം അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദുരിയാൻ. ഇത് നമ്മളെ ചക്കപ്പഴം ഇല്ലേ, അതുപോലെയാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ ജ്യൂസും എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഞങ്ങളൊരിക്കൽ ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട്. അയ്യോ അതങ്ങനെ തന്നെ കളഞ്ഞു. അങ്ങനെ ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. ഇനി നമുക്ക് ഫുഡൊക്കെ എനിക്കൊന്ന് പുറത്തുനിന്ന് എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല, എന്തൊക്കെയോ കഴിച്ചു. പിന്നെ മെയിൻ ഉദ്ദേശം റൂമിൽ വന്നിട്ട് കുഞ്ഞിപ്പെണ്ണിന് ഫുഡ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ദോശമാവ് ഉണ്ടായത് കാരണം ഫസ്റ്റ് നമ്മൾ ദോശ ഉണ്ടാക്കി. പിന്നെ നമ്മൾ മുട്ട, പാല്, മാഗി അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ബ്രെഡ് വാങ്ങി. പിന്നെ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത് സ്മോൾ അല്ലെങ്കിൽ ബേബി പൈനാപ്പിൾ എന്നാണ് തോന്നിയത് പറയുന്നത്. അയ്യോ ഇത് എന്ത് ടേസ്റ്റാണെന്ന് അറിയാം, ഭയങ്കര മധുരമാണിത്. ദുബായിലൊക്കെ അവൈലബിൾ ആണ്, പക്ഷെ ഞാൻ ഇതുവരെ അവിടെ ദുബായിലൊന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത്. അതുപോലെ ചക്ക മേടിച്ചിട്ടുണ്ടായി. ചക്കയും നല്ല കൊതിമൂത്തിട്ട് വാങ്ങിയതാണ് ചക്കയൊക്കെ നാട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെ എറിഞ്ഞ് കളിച്ചതാണ്. പക്ഷേ കിട്ടുമ്പം കൊതിയാവെന്ന് പറയില്ലേ, ഇപ്പം പറയുമ്പോൾ എനിക്ക് കൊതിയാവുന്നുണ്ട്. അങ്ങനെ ചക്കയെല്ലാം വാങ്ങി, ചക്ക കഴിച്ചു. ഈ ഒരു സ്മോൾ പൈനാപ്പിൾ, ബേബി പൈനാപ്പിൾ കഴിച്ചു. ഇതെല്ലാം നമ്മൾ അവിടുന്ന് നേരത്തെ പറഞ്ഞ സെൻട്രൽ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല, അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ.
അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ കുറേ ലേറ്റ് നൈറ്റായി ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പം സൂൺ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ബൈ ബൈ.